അപ്പോൾ ഇന്നത്തെ കഥയിലെ താരം റോസാണ്. റോസ് വളർത്താൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സിനെ സംബന്ധിച്ചുള്ളതാണ് ഇന്നത്തെ കഥ കേട്ടോ. അപ്പോൾ റോസിൻ്റെ പോട്ടി മിക്സ്, അതിൻ്റെ പെസ്റ്റിസൈഡ്, അതിൻ്റെ ലൈറ്റ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൊന്ന് നോക്കാം. അപ്പോൾ റോസ് വളർത്താൻ ഉദ്ദേശിക്കുന്ന, റോസിനെ കുറിച്ച് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്തോളോ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചാൽ നമുക്ക് പിന്നെ ഇതിൻ്റെ പാർട്ട് 1ഉം 2ഉം 3ഉം ഒക്കെ നമുക്ക് ഇറക്കാമല്ലോ. റോസാ ചെടി കയ്യെ കിട്ടിയാലല്ലേ നമുക്ക് കഥ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ 2 തരത്തിലുള്ള റോസാ ചെടി ഉണ്ട്. ഒന്ന് കൊമ്പ് കുത്തി പിടിപ്പിക്കുന്നതും മറ്റൊന്ന് ബഡ് റോസും. ബഡ് റോസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒട്ടു റോസ്, മറ്റേത് ഓൺ റൂട്ടഡ് റോസ്. ഒട്ടു റോസ് സാധാരണ നമ്മൾ നഴ്സറികളിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് ഓൺലൈനായിട്ടൊക്കെ നമ്മൾ വാങ്ങാണത്. മറ്റേത് നമുക്ക് നമ്മുടെ നൈബേഴ്സിൻ്റെ കയ്യിൽ നിന്നോ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നോ ഫാമിലി റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് കൊമ്പുകൾ മുറിച്ച് കൊണ്ടുവന്നിട്ട് നടാം. അപ്പോൾ കൊമ്പ് മുറിച്ച് നടുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തത് കിടക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ അത് കണ്ടോളൂ കേട്ടോ. ഒട്ടു റോസിൻ്റെ കാര്യമാണ് നമ്മൾ ഇന്ന് മെയിനായിട്ടും നോക്കുന്നത്. ഒട്ടു റോസ് വാങ്ങുമ്പോൾ തന്നെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഒട്ട് പിടിപ്പിച്ചിട്ടുള്ള കൊമ്പ്, അതായത് നമ്മുടെ കാട്ടു റോസ് അമ്മയായിരിക്കും സാധാരണ അവർ ഒട്ട് ചെയ്യണത്. ആ കൊമ്പ് ഒട്ടിൻ്റെ മുകളിലേക്കുള്ള ഭാഗം ഉണങ്ങി തുടങ്ങിയിട്ടുള്ള കൊമ്പുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അതാണ് കാലപ്പഴക്കം ആയിട്ടുള്ള ഒട്ടു റോസ്. അടിഭാഗമല്ല, കാട്ടു റോസിൻ്റെ ഒട്ടിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന ഭാഗം. അതുപോലെ തന്നെ ഒട്ടും വന്ന് 2ഓ 3ഓ ബ്രാഞ്ചസ് വന്നിട്ടുള്ളതും തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ ഒറ്റക്കൊമ്പുള്ളത് തിരഞ്ഞെടുത്താൽ ബുദ്ധിമുട്ടാണ് ആ റോസിനെ നമുക്ക് കൂടുതൽ കാലം നിലനിർത്താനായിട്ട്. അതേസമയം 2ഓ 3ഓ ഷൂട്ടുകൾ വന്നിട്ടുള്ള ഒട്ടുമന്ന് ഉള്ള റോസുകളാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുകയും അത് കുറച്ചും കൂടിയും ഏജ്ഡ് ആയിട്ടുള്ള റോസുമാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് തിരഞ്ഞെടുക്കാൻ നല്ലത്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്ത് നമ്മൾ റോസ് വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സാധാരണ നിലയ്ക്ക് സ്റ്റാർട്ടിങ് ചെയ്യുന്നവരാണ്, ബിഗിനേഴ്സാണ്, റോസ് വളർത്തി അധികം പരിചയമില്ലാത്തവരാണെങ്കിൽ അധികം വളങ്ങളുള്ള പോട്ടി മിക്സ് ഒന്നും ഉപയോഗിക്കരുത്. മണ്ണും മണലും ഈക്വൽ എമൗണ്ടിൽ ചേർത്തിട്ട് നടുന്നതാണ് നല്ലത്. അവിടെ നിന്ന് നട്ടിട്ട് അത് ഒരു തണലത്ത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സൂര്യപ്രകാശം കിട്ടുന്ന, എന്നാൽ വെയിലടിക്കാത്തൊരു സ്ഥലത്ത് വേണം അത് വെക്കാനായിട്ട്. സൂര്യപ്രകാശം വളരെ അത്യാവശ്യമാണ് റോസ് പിടിച്ച് കിട്ടാനും അതിന് മുകുളങ്ങൾ വരാനൊക്കെ ആയിട്ട്. അപ്പോൾ ചൂടൊട്ടും ഏൽക്കാത്ത സൂര്യപ്രകാശമുള്ളൊരു സ്ഥലത്ത് അത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2ഓ 3ഓ ദിവസത്തിൻ്റെ ഉള്ളിൽ അതിന് മുകുളങ്ങൾ വരും. അതുപോലെ തന്നെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആ പുതിയ റോസ് കൊണ്ടുവന്നതിൻ്റെ കംപ്ലീറ്റ് ഇലകൾ നമ്മൾ പൊഴിച്ച് കളയണം. അതാണ് പെട്ടെന്ന് മുകുളങ്ങൾ വരാനുള്ള എളുപ്പമാർഗം. അപ്പോൾ പഴയ ഇലകൾ പൊഴിച്ച് കളയുമ്പോൾ ആ ഇലകൾക്ക് വേണ്ടി അതിന് ചിലവാക്കേണ്ട ഊർജം വളരെ കുറവായിരിക്കും. അപ്പോൾ പുതിയ ഇലകളും പുതിയ തളിർപ്പും വരാനായിട്ട് അതിന് കൂടുതൽ ഊർജം ചിലവഴിക്കാനായിട്ട് പറ്റും. മറ്റേത് ഉള്ള ഇലകളെ നിലനിർത്താനായിട്ട് ആ പ്ലാന്റ് വളരെയധികം സ്ട്രെസ് എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇലകളോട് കൂടി നിർത്തുമ്പോൾ ഇലകൾ വാടിയും കരിഞ്ഞും ഒക്കെ പോകും. ആ പോകണോട് കൂടി തന്നെ റോസും കൊമ്പ് ഉണങ്ങിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇലകൾ പൊഴിച്ച് കളഞ്ഞിട്ട് നടാനായിട്ട് ശ്രമിക്കണം. പിന്നത്തെ ഒരു കാര്യമാണ് സാഫ് ഉപയോഗിക്കുന്നത്. അതായത് ഓൺലൈൻ വാങ്ങുന്ന റോസുകളാണെങ്കിൽ പ്രത്യേകിച്ചും അതാ കൊറിയർ അയക്കണ സമയത്തും അതിൻ്റെ ആ യാത്രയിലൊക്കെ അതിൻ്റെ വേരുകൾക്കും കൊമ്പുകൾക്കൊക്കെ ക്ഷത ഏൽക്കാനും മുറിവുകൾ സംഭവിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ മുറിവുകൾക്കൂടെയൊക്കെ ഫംഗസ് കയറാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് നമ്മൾ സാഫോ അതുപോലെയുള്ള വേറെ ഏതെങ്കിലും ഫംഗിസൈഡിൽ മുക്കി വയ്ക്കുക, തെളിച്ച് കൊടുക്കുക ഒക്കെ ചെയ്തതിന് ശേഷം വേണം നമ്മളത് നട്ടു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ പിന്നത്തെ ഒരു കാര്യമാണ് ലീഫ് നോഡുകൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഫംഗസ് അറ്റാക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതുപോലെ ആണ് ഞാൻ റോസ് നട്ടു കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് ഇലകൾ ചിലതുമ്പോൾ 1ഓ 2ഓ എണ്ണം നിർത്തിയിട്ടുണ്ടെന്നല്ലാതെ ബാക്കി കംപ്ലീറ്റ് ഇലകളും നമ്മൾ കൊഴിച്ച് കളഞ്ഞിട്ടാണ് അത് നട്ടു കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ നടുന്ന റോസാണ് നമ്മൾ സൂര്യപ്രകാശം കിട്ടുന്ന വെയിലേൽക്കാത്ത സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി വെക്കേണ്ടത്. ഒരു 2ഓ 3ഓ ദിവസത്തേക്ക് ചെറിയൊരു നനവ് മാത്രമേ കൊടുക്കണ്ടൂ. വെള്ളം കെട്ടി നിൽക്കരുത്. അധികം വെള്ളം കെട്ടി നിൽക്കാത്ത തരം പോട്ടി മിക്സാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈക്വൽ എമൗണ്ടിൽ മണ്ണും മണലും
മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഫംഗിസൈഡിൻ്റെ ഉപയോഗവും കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണേ. വീഡിയോ ഉപകാരപ്രദമായോ? കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ റോസിൻ്റെ വീഡിയോസ് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യണോ, അതോ വേറെ ഏതെങ്കിലും ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ വീഡിയോസാണോ നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത് ഒന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു.